മലയാള സിനിമാ പ്രേക്ഷകർക്ക് ഏറ്റവും സന്തോഷിക്കാവുന്ന ഒരു സമയമാണിത്. പ്ലസിയുടെ സംവിധാനത്തിൽ പൃഥ്വിരാജിനെ നായകനാക്കി വിഷ്വൽ റൊമാൻസിൻ്റെ ബാനറിൽ തിയേറ്ററിലെത്തിയ ആടുജീവിതം ദ ഗോട്ട് ലൈഫ് എന്ന മൂവി, അത് വേൾഡ് വൈഡ് കളക്ഷൻ 100 കോടി പിന്നിട്ടിരിക്കുന്നു. 100 കോടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങനെ വളരെ ഒരുപാട് ദിവസം കൊണ്ട് ഉണ്ടാക്കിയതല്ല, അത് 9 ദിവസം മാത്രം ഓടിയിട്ട് ഉണ്ടാക്കിയതാണ്. 9 ദിവസം കൊണ്ട് 100 കോടി വേൾഡ് വൈഡ് കളക്ഷൻ ഒരു മലയാള സിനിമ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിസ്റ്ററിയാണത്. ഇതിന് മുൻപ് ഏറ്റവും കൂടുതൽ സ്പീഡിൽ കളക്ഷൻ നേടാൻ കഴിഞ്ഞത് 100 കോടി എത്തിക്കാൻ കഴിഞ്ഞത് മഞ്ഞുമൽ ബോയ്സിനാണെങ്കിൽ 11 ദിവസം കൊണ്ട്, പണ്ടത്തെ പൃഥ്വിരാജ് തന്നെ സംവിധാനം ചെയ്ത പൃഥ്വിരാജും കൂടെ അഭിനയിച്ച ലൂസിഫർ, മോഹൻലാൽ നായകനായിട്ട് അഭിനയിച്ച ലൂസിഫർ, അത് 11 ദിവസം കൊണ്ട്. അങ്ങനെ 2 പടങ്ങളായിരുന്നു ഇതിന് മുൻപ് ഏറ്റവും സ്പീഡിൽ 100 കോടി ക്ലബിലേക്ക് എത്തിയ പടങ്ങൾ, മഞ്ഞുമൽ ബോയ്സും അതേപോലെ ലൂസിഫർ. ഇത് രണ്ടും 11 ദിവസം വേണ്ടി വന്നു അതിന് 100 കോടി എത്താനെങ്കിൽ പൃഥ്വിരാജിൻ്റെ ഈ ആടുജീവിതം അഥവാ ഗോട്ട് ലൈഫ് എത്തിയത് വെറും 9 ദിവസം കൊണ്ടാണ്. മാർച്ച് 28-നാണ് ഇത് റിലീസ് ചെയ്ത്, നോമ്പ് സീസണിലായിരുന്നു, റംസാൻ സീസണിലാണ് റിലീസ് ചെയ്ത്. എന്നിട്ട് പോലും അത് വേൾഡ് വൈഡ് കളക്ഷൻ ഇതിന് 100 കോടി എത്താൻ കഴിഞ്ഞു വെറും 9 ദിവസം കൊണ്ട്. ഇതിനകത്ത് GCC കൺട്രീസിലൊന്നും ഈ പടം റിലീസ് ചെയ്യാൻ പറ്റിയിട്ടില്ല, കാരണം അതിൻ്റേതായ ബാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആകെ UAE മാത്രം റിലീസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ അതേപോലെ നോമ്പ് സീസണാണ്. എന്നിട്ട് കൂടെ വെറും 9 ദിവസം കൊണ്ട് ഇത് 100 കോടി ക്ലബിലെത്തിയ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. സാധാരണഗതിയിൽ ഇങ്ങനെ ഹൈപ്പിന് വരുന്ന പടങ്ങളൊക്കെ 8 നിലയിൽ പൊട്ടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഒരുപാട് കാത്തിരിപ്പിൻ്റെ ശേഷം വന്ന ഈ ഒരു ഗോട്ട് ലൈഫ് ആടുജീവിതം എന്ന പടം വേൾഡ് വൈഡ് 100 കോടി ചുരുങ്ങിയ 9 ദിവസം കൊണ്ട് ഉണ്ടാക്കാൻ കഴിയുന്നുള്ളത് വലിയ ഒരു ചരിത്ര വിജയം തന്നെയാണ്. കാരണം നമുക്കറിയാം ഈ 2024 2 പടങ്ങളാണ് ഇപ്പോൾ 100 കോടി ക്ലബിൽ എത്തിയിട്ടുള്ളത്. ഒന്ന് പ്രേമലു എന്ന് പറഞ്ഞ പടം, പ്രേമലു 21 ദിവസം കൊണ്ട് ഓടിയിട്ടാണ് 100 കോടി ക്ലബിലെത്തിയെങ്കിൽ മഞ്ഞുമൽ ബോയ്സ് 11 ദിവസം കൊണ്ട് 100 കോടി ക്ലബിലെത്തി. മഞ്ഞുമൽ ബോയ്സ് ആണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സ്പീഡിൽ നമ്മളെ ഒരു മലയാള സിനിമ ഏറ്റവും സ്പീഡിൽ എത്തിയിട്ടുള്ള ഒരു റെക്കോർഡിൽ നിൽക്കുന്നത്. 220 കോടി വേൾഡ് വൈഡ് കളക്ഷൻ. നമ്മൾ മറന്നു പോകുന്ന വേറൊരു പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2018, ഇത് വെറും 10 ദിവസം കൊണ്ടാണ്, 10 ദിവസം കൊണ്ട് മാത്രമാണ് 100 കോടി ക്ലബിൽ 2018 എത്താനും കഴിഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ഒക്കെ റെക്കോർഡിനെ വെട്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ് ആടുജീവിതം ഗോട്ട് ലൈഫ്. ഇനിയിപ്പോൾ ഏപ്രിൽ 10-11 ആകുമ്പോഴേക്ക് നോമ്പ് സീസണായിട്ട് കഴിയുകയാണ്. പിന്നെ പെരുന്നാളിൻ്റെ സമയമായി, ഫെസ്റ്റിവൽ സീസണും തന്നെയാണ് ഇതൊക്കെ. അതേപോലെ തന്നെ വെക്കേഷൻ പീരീഡുമാണ്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു മൊമെൻറ്റം പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇതൊരു 250 കോടി രൂപ വേൾഡ് വൈഡ് കളക്ഷൻ എത്തിച്ചിട്ടൊക്കെ ആയിരിക്കും ഇതിൻ്റെ ഓട്ടം അവസാനിക്കുക അല്ലെങ്കിൽ നിർത്തുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിന് മുമ്പിലുള്ള ഇനിയുള്ള ഒരു ഹഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏപ്രിൽ 11 റിലീസ് ചെയ്യാൻ പോകുന്ന 4 പടങ്ങളാണ്. ജയ് ഗണേഷ്, അതേപോലെ ആവേശം, പിന്നെ ഈ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ പടമുണ്ട്. അതേപോലെ ഹിന്ദി മൂവി ആയിട്ടുള്ള ബഡമിയാൻ ചോട്ടമിയാൻ എന്ന് പറഞ്ഞ പടമുണ്ട്. ഇതൊക്കെ ഏപ്രിൽ 11 റിലീസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ തിയേറ്ററിലും ഓടിക്കൊണ്ടിരിക്കുന്ന ഈ ആടുജീവിതം എന്ന് പറഞ്ഞ പടം ഇനി തിയേറ്ററുകളുടെ എണ്ണം കുറയുന്നുള്ളൊരു പ്രശ്നമൊന്നും നമുക്ക് മുമ്പിലുണ്ട്. എങ്കിൽ കൂടെ ഈ ഒരു മൊമെൻറ്റത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇതൊരു 250 കോടി രൂപയോളം വേൾഡ് വൈഡ് കളക്ഷൻ നേടാൻ കഴിയുന്നുള്ളതാണ് പ്രഡിക്ഷൻ നടക്കുന്നത്. ട്രാക്കേഴ്സൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. എന്തായാലും മലയാള സിനിമയ്ക്ക് ഇപ്പോൾ ഒരു കൊയ്ത്തുത്സവം തന്നെയാണ്. 2024 2 പടങ്ങൾ മാത്രമാണ് ഇപ്പോൾ 100 കോടി ക്ലബിലേക്ക് എത്തിയിട്ടുള്ളൂ. അതിൻ്റെ കൂടെ ഈ ഒരു പടവും കൂടെ ചേരുകയാണ്. എന്തായാലും ഇങ്ങനെ നല്ല നല്ല പടങ്ങൾ ഇറങ്ങട്ടെ, എന്നാൽ മാത്രമാണ് ഇതിലും നല്ല നല്ല പടങ്ങൾ എടുക്കാനായിട്ട്, ഹൈ ബഡ്ജറ്റ് പടങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് നിർമ്മാതാക്കൾക്കൊരു പ്രചോദനം കിട്ടുകയുള്ളൂ. നല്ല നല്ല മൂവീസ് മലയാള സിനിമാ പ്രേക്ഷകർക്ക് കാണാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും പൃഥ്വിരാജിന്, അത്രക്കും എഫേർട്ട് എടുത്ത പൃഥ്വിരാജിന്, അതേപോലെ ബ്ലസ്സി സാറിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇതൊരു 250 കോടി രൂപയിലെങ്കിലും എത്തിയിട്ട് ഈ പടത്തിൻ്റെ ഓട്ടം അവസാനിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 80 കോടി രൂപയോളം ബഡ്ജറ്റ് ഉണ്ട് ഈ ഒരു പടത്തിന്. അപ്പോൾ ഈ പടത്തിന് ഓടിക്കിട്ടി മുതലാക്കണമെങ്കിൽ ചുരുങ്ങിയത് 200 കോടിയെങ്കിലും വേണം. എന്നാലാണ് 40% എന്നുള്ള രീതിയിൽ ഒരു ഷെയർ കണക്കാക്കുകയാണെങ്കിൽ നിർമ്മാതാവിന് 80 കോടി എന്നുള്ള രീതിയിൽ ബ്രേക്ക് ഈവൻ ആവുകയുള്ളൂ. അപ്പോൾ 200 കോടി വേൾഡ് വൈഡ് കളക്ഷൻ കിട്ടിയതിന് ശേഷം മാത്രമായിരിക്കും, തിയേറ്റർ കളക്ഷൻ കിട്ടിയതിന് ശേഷം മാത്രമായിരിക്കും പിന്നീട് അങ്ങോട്ട് കിട്ടുന്ന ഓരോ കോടിയും ലാഭവിഹിതത്തിലേക്ക് പോവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഓടി ഈ പടം കാശ് മുതലാക്കാൻ നിർമ്മാതാവിന് കഴിയട്ടെ എന്നുള്ളതാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നതും.